ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഉള്ളിപ്പൂ തോരൻ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊക്കെ നന്നായി പൊട്ടി വരുന്ന ടൈമിൽ അതിലേക്ക് 1/2 ടീസ്പൂൺ അളവിൽ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടാതെ അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 5-6 വെളുത്തുള്ളി ചെറുതായിട്ട് ഒന്ന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയൊക്കെ മൂത്ത് ഒരു മണം വരുന്ന ടൈമിൽ അതിലേക്ക് ഒരു വലിയ സവോള ചെറുതായിട്ട് അരിഞ്ഞതോ അല്ലെങ്കിൽ ഒരു 10-12 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞതോ ചേർത്ത് കൊടുക്കാം. കൊച്ചുള്ളി ചേർക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് ആയിരിക്കും. കൊച്ചുള്ളി ഇല്ലെങ്കിൽ സവോള ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി എടുക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഇവിടെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ആ ടൈമിൽ നമുക്കതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുകൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചിരകിയ തേങ്ങയാണ്. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതീയിൽ വെച്ച് നമുക്ക് ഈ തേങ്ങ ഒന്ന് ചെറുതായിട്ട് ഒന്ന് വറുത്തിട്ട് എടുക്കാം. തേങ്ങയൊക്കെ ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുന്ന ടൈമിൽ നമുക്ക് ഇതിലേക്ക് ഉള്ളിപ്പൂവിൻ്റെ തണ്ട് ചേർത്ത് കൊടുക്കാം. അത് ഞാനിവിടെ ഒരു 3 കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതുകൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഉള്ളിപ്പൂ ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ആവശ്യമായിട്ടുണ്ട്. അതുകൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കൂട്ടിയോ കുറച്ചോ ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി ഇളക്കി നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ച ശേഷം വേണമെങ്കിൽ ഒരു 1/4 കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. 2 മിനിറ്റ് കഴിയുമ്പോൾ മൂടിയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഉള്ളിപ്പൂവിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ആ വെള്ളത്തിൽ നമുക്ക് ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. അതുകൊണ്ട് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയായിരിക്കും. ഇനി അടച്ചു വെച്ച് ഒന്നുകൂടി ഒരു 3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പം ദാ ഇവിടെ ചൂട് ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ല ഉള്ളിപ്പൂ തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർക്ക് ഒരുപാട് പേരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ വീഡിയോ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുവാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടാതെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ബൈ.